അപ്പോ ഈ ബാക്കി കിടക്കുന്ന വണ്ടിയുണ്ടാ നമ്മുടെ അവൻസർ കാക്കനാട്. ഇതിന് പ്രത്യേകത ഉണ്ട്. എന്താ സംഭവം എന്നറിയാമോ? ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ തന്നെ അർബാനിയ ഫസ്റ്റ് ഇറങ്ങിയ വണ്ടിയാണ്. കേരളത്തില് ആദ്യമായിട്ട് നമ്മുടെ നാട്ടിലാണ് ഇറങ്ങിയേക്കുന്നത് അർബാനിയ. അറിയോ? കാക്കനാട്. അപ്പൊ കാക്കനാടിലെ ട്രാവൽസ് ആണ് അവൻസർ. നമ്മൾ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവൻസർ എന്ന് പറയുന്ന നമ്മുടെ അർബാനിയ കാക്കനാടുള്ളതാണ്. അവർക്ക് ഒരുപാട് വണ്ടികളുണ്ട്. പക്ഷെ ഈ സംഭവം എന്താ വെച്ചാൽ വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്നത് 2 വർഷം, കറക്റ്റ് 2 വർഷമായി ഇപ്പോൾ വണ്ടി എടുത്തിട്ട്. അപ്പോൾ അതിന്റെ ടെസ്റ്റ് വർക്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ വന്നാണ്. അത്യാവശ്യം വേണ്ട രീതിയിലുള്ള എന്തൊക്കെ വർക്കുകൾ വേണമെന്നോ അതെല്ലാം തീർത്ത് റെഡിയാക്കി സെറ്റപ്പായിട്ട് ഇത്താക്കോൽ ഇന്നിപ്പോൾ നമ്മൾ അതിന്റെ ഓണറോട് വന്നിട്ട് നമ്മൾ എന്തായാലും അവർക്ക് കൊടുക്കാൻ പോവാണ്. അതേപോലെ തന്നെ വണ്ടിയിൽ നമ്മൾ ചെയ്തിരിക്കുന്ന സംഭവങ്ങളെന്ന് വെച്ചാൽ ടി വി ക്യാബിൻ ചെയ്തിട്ടുണ്ട്. അത് 32 ഇഞ്ച് ടി വി ക്യാബിനാണ് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ മേളിലാണ് നല്ല അടിപൊളി ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഹമ്മർ മോഡൽ ക്യാരിയറാണ് കയറ്റിയിരിക്കുന്നത്. ബാക്കിൽ ലാഡർ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കർട്ടൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ലെഗ് റെസ്റ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. യാത്രക്കാർക്ക് എത്ര ദൂരം വേണമെങ്കിലും വളരെ വളരെ സന്തോഷമായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വണ്ടിയാണ് നമ്മുടെ കാക്കനാടേക്ക് പുതിയൊരു അപ്ഡേഷനിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിന്റെ ആളുകളെല്ലാം അനുയായികളൊക്കെ ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നതാണ്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് സെറ്റപ്പാട്ടാ. നമുക്ക് എന്തായാലും അവരൊക്കെ ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിന്റെ ഓണർ മഞ്ചേഷ് ഭായി ആണ്. മഞ്ചേഷ് ഭായി ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. കാരണം 1-2 ദിവസമല്ല, ഏതാണ്ട് ഒരു 10-14 വർഷമായിട്ടുള്ള പരിചയമാണ്. കാരണം ഇവർ എറണാകുളത്ത് വന്ന് ഇതേപോലെ ഒരു അടിപൊളി ട്രാവൽസ് സെറ്റപ്പായിട്ട് തുടങ്ങുന്ന സമയത്ത് അന്ന് ഞാനും സൈഡിൽ കൂടി ഒരു ട്രാവൽസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ സൈഡായിട്ട് നമ്മുടെ ചങ്കായിട്ട് നമ്മുടെ ജോബിച്ചായനെ പോലെയൊക്കെ നമ്മുടെ കൂടെ കൂടിയ ഒരാളാണ്. കാരണം വെച്ചാൽ വളരെ സന്തോഷം. കാരണം അത്രക്ക് വളരെ നല്ല രീതിയിലുള്ള സർവീസാണ്. മെയിൻ ആയിട്ട് ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക്, വലിയ വലിയ ഹോട്ടൽസുകൾ അല്ലേ, വലിയ വലിയ ഹോട്ടൽ, താജ് റെസിഡൻസി, അങ്ങനെ പോലുള്ള വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടലുകളിലൊക്കെ ഇവർ സർവീസ് നടത്തുന്നതാണ്. വളരെ ഭംഗിയായിട്ടാണ് വണ്ടിയുടെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാനില്ല. കാരണം ഒന്നും പറയാനില്ല. കാരണം ഞാൻ തന്നെ ഏതാണ്ട് ഒരുപാട് പ്രാവശ്യം ഇവരുടെ വണ്ടികൾ വിളിച്ച് പല സ്ഥലങ്ങളിൽ യാത്ര പോയിരിക്കുന്ന ആളാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ എത്തിയിട്ടുള്ള അവൻസറിന്റെ ഒരു 45 സീറ്റ് ബസ് ഞങ്ങൾ യാത്ര പോയപ്പോൾ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും മഞ്ചേഷ് ഭായ് വളരെ സന്തോഷം. ഇത് മഞ്ചേഷ് ഭായി ആണ്. മഞ്ചേഷ് ഭായിയുടെ സ്ഥലം എവിടെ? ശരി, നാട് എവിടെ? ഞങ്ങൾക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഒരുപാട് നാളുകൾ കൊണ്ട്. കാരണം ട്രാവൽസ് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കാണുന്നവർ കൂടുതലും വണ്ടിയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് മഞ്ചേഷ് ഭായി നമ്മുടെ വീഡിയോ കാണുന്നത്. അപ്പൊ എല്ലാവർക്കും അറിയാവുന്നതാണ് ട്രാവൽസ് ഫീൽഡിൽ ഒരു മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ആ ഒരു അല്ലെ സ്ട്രെസ് അല്ലെ, അത് വളരെ ഇതായിട്ട് എടുത്ത് 14 വർഷം കൊണ്ടാണ് 100-ലധികം വണ്ടികൾ നമ്മുടെ എറണാകുളത്തേക്കും തിരുവനന്തപുരം, കേരളത്തിൽ പുറത്തുണ്ടല്ലോ അല്ലെ, ഇപ്പൊ നമുക്ക് ബാംഗ്ലൂരൊക്കെ സർവീസ് ഉണ്ട്. വർക്ക്ഷോപ്പിനെ പറ്റി 2 വാക്കുകൾ. അടിപൊളി വർക്ക്ഷോപ്പാണ്. ഇത്ര അർബാനിയ വളരെ മനോഹരമായിട്ട് ചെയ്ത നജീബിക്കൊക്കെ വളരെ എന്താ പറയുന്നത് നന്ദിയുണ്ട്. ഞാൻ തന്നെ നന്ദി ചോദിച്ചു മേടിക്കുന്നു. അർബാനിയ മാറ്റിമറിച്ചു അല്ലെ, ഹാപ്പി അല്ലേ? അപ്പൊ എന്തായാലും വളരെ ഇങ്ങോട്ട് വാങ്ങുന്നത് നമ്മുടെ അനുയായികള് ഇതൊക്കെ വാ. ഇതണ്ട, ഇതൊക്കെ നമ്മുടെ മഞ്ചേഷ് ഭായിയുടെ ഓരോ അനുയായികളാണ്. കാരണം അവരുടെ ട്രാവൽസ് വായട്ടെ താനെന്താ മാറിക്കണത്. ഫ്രണ്ട്സ് ആണ് കേട്ടോ. കാരണം അതേപോലെ തന്നെയാണ് ഇപ്പൊ ട്രാവൽസ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അതിൽ വർക്ക് ചെയ്യുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫ്രണ്ട്സ് ആയിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുള്ളൂ. കാരണം വെച്ചാല് അവരുണ്ടെങ്കിലേ നമ്മളുള്ളൂ അല്ലേ? ശരിയല്ലേ? അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അവരാണ്. അപ്പൊ എന്താ നമുക്ക് പരിചയപ്പെട്ട പേരെന്തായിരുന്നു? അഭിലാഷ് ഭായി. താടിയൊക്കെ വളർത്തി അന്ന് കണ്ടപ്പോ താടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? ഓക്കെ. അഭിലാഷ് സ്ഥലം എവിടെ? അഭിലാഷ് ഭായിയുടെ കളമശ്ശേരിയിലാണല്ലേ? ഇത് അഭിലാഷ് ഭായി കളമശ്ശേരിയിലാണ്. പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അതേപോലെ ചേട്ടന്റെ പേര് അജുവിന്റെ സ്ഥലം എവിടെ? ചാലക്കുടി അല്ലേ? കൊരട്ടിയിലാണ് നമ്മുടെ സ്ഥലം. റോജി. ഇത് റോജിയാണ്. അപ്പൊ റോജിയാണ് വണ്ടി, ഈ വണ്ടി. അപ്പൊ വളരെ സന്തോഷം. 10-13 വർഷമായിട്ടുള്ള ഉണ്ടല്ലേ? ഓ, ഇപ്പോഴത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ അത്രയും നാള് നിൽക്കുന്ന ഒരാളെ കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെന്താന്ന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഓണർമാരും അവരും തമ്മിലുള്ള ആ ഒരു റിലേഷനെ പോലെ ഇരിക്കും, സ്നേഹബന്ധം. ഞാൻ മഞ്ചേഷ് ഭായിനോട് നിർത്താൻ വേണ്ടിട്ട്. കാരണം വീഡിയോ എടുക്കുമ്പോ കൂടെ തള്ളാൻ തീർച്ചയായിട്ടും ഞങ്ങൾ എന്തായാലും ഞങ്ങൾ മിനിമം ഒരു ആഴ്ചയിൽ 1 പ്രാവശ്യം ഞങ്ങൾ വിളിക്കാതിരിക്കുന്നില്ല. എന്തെങ്കിലും കാര്യം തമാശ പറഞ്ഞെങ്കിലും വിളിക്കും. വെറുതെ എന്തെങ്കിലും എവിടെയോ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ വിളിക്കും. അപ്പൊ അതൊക്കെ ഞാൻ ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ താക്കോൽ കൊടുക്കാൻ പോകട്ടോ. ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വണ്ടികളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അവരായിട്ട് ബന്ധപ്പെടുക. ഓക്കെ മഞ്ചേഷ് ഭായ്, താങ്ക് യു. സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. കാരണം അത് അങ്ങനെയാണല്ലോ. എന്തെങ്കിലും ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിൽ ചിലപ്പോൾ ചെറിയ വിഷമവും കാര്യം, പക്ഷെ സന്തോഷം കൊണ്ടുള്ള അല്ലേ? ഓക്കെ, സ്നേഹമുള്ളവർക്കാണ് അത് ഉണ്ടാവുള്ളൂ. ഓക്കെ, ബൈ.